ചില സ്ഥലങ്ങളുണ്ടല്ലേ, കല്ലും മരവും ചേർന്ന് വെറും കെട്ടിടങ്ങൾ എന്നതിലുപരി അവയ്ക്കൊരു ആത്മാവുണ്ടാകും. കാലത്തെ അതിജീവിച്ച വിശ്വാസത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും കഥകളായിരിക്കും അവയ്ക്ക് പറയാനുണ്ടാവുക. ഇന്ന് നമ്മൾ പോകുന്നത് അങ്ങനൊരു പുണ്യഭൂമിയുടെ ഗുരുവായൂരിൻ്റെ കഥയിലേക്കാണ്. ലക്ഷക്കണക്കിന് ഭക്തർക്ക് ഇത് വെറുമൊരു ക്ഷേത്രമല്ല, ഭൂമിയിലെ വൈകുണ്ഠം തന്നെയാണ്. പക്ഷേ നിങ്ങൾക്കറിയാമോ, ഈ സ്വർഗം നിലനിൽക്കാൻ വേണ്ടി ഒരുപാട് നരകയാതനകളിലൂടെ കടന്നുപോയിട്ടുണ്ട്. ആ ഒരു അവിശ്വസനീയമായ കഥയാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. അപ്പോ എവിടെ നിന്നാണ് ഈ കഥ തുടങ്ങുന്നത്? അതിൻ്റെ തുടക്കം ഈ വിഗ്രഹത്തിൻ്റെ ദൈവീകമായ ഉത്ഭവത്തിൽ നിന്നാണ്. നമുക്ക് ആ ഐതിഹാസിക യാത്രയിലേക്ക് ഒന്ന് പോയി വരാം. ഒന്ന് ചിന്തിച്ചു നോക്കൂ. സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ കയ്യിൽ നിന്ന് സൃഷ്ടികർത്താവായ ബ്രഹ്മാവിലൂടെ പിന്നീട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ വെച്ച് പൂജിച്ച അതേ വിഗ്രഹം. ദ്വാരക കടലെടുക്കാൻ നേരം കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം ദേവഗുരുവായ ബൃഹസ്പതിയും വായുദേവരും ചേർന്നാണ് ആ ദിവ്യ വിഗ്രഹം രക്ഷിച്ചത്. അവർ അത് ഇവിടെ കേരളത്തിന്റെ തീരത്ത് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു. അവരെ രക്ഷിച്ച ഗുരുവിന്റെയും വായുവിന്റെയും പേരുകൾ ചേർന്നാണ് ഈ പുണ്യഭൂമിക്ക് ഗുരുവായൂർ എന്ന പേര് വന്നതെന്നാണ് ഐതിഹ്യം. ഇവിടെ നമ്മൾ ആരാധിക്കുന്ന രൂപത്തിനും അതിൻ്റേതായൊരു പ്രത്യേകതയുണ്ട്. ഇത് മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണ രൂപമാണ്. 4 കൈകളിൽ ശംഖും സുദർശന ചക്രവും ഗദയും താമരയുമേന്തിയ ഭഗവാൻ. ഈ ഒരു നേരിട്ടുള്ള ദൈവിക ബന്ധമാണ് അല്ലേ ഗുരുവായൂരിൻ്റെ ശക്തിയുടെ ഉറവിടം. പക്ഷേ ഇത്രയേറെ ദൈവീകമായി പ്രതിഷ്ഠിക്കപ്പെട്ട ഈ പുണ്യസങ്കേതത്തിന് പിന്നീട് നൂറ്റാണ്ടുകളോളം നീണ്ട കഠിനമായ പരീക്ഷണങ്ങളെ നേരിടേണ്ടി വന്നു. നമുക്ക് ചരിത്രത്തിലെ ആ പ്രക്ഷുബ്ധമായ കാലഘട്ടത്തിലേക്ക് പോകാം. ഈ കാണുന്ന ഓരോ തീയതിക്ക് പിന്നിലും ഒരാക്രമണത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും കഥയുണ്ട്. ക്ഷേത്രം പലതവണ കൊള്ളയടിക്കപ്പെട്ടു, തീ വെച്ചു നശിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഓരോ തവണ തകർക്കപ്പെടുമ്പോഴും ഭക്തരുടെ വിശ്വാസത്തിൻ്റെ ശക്തിയിൽ ഈ ക്ഷേത്രം കൂടുതൽ കരുത്തോടെ ഉയർത്തെഴുന്നേറ്റു. പലപ്പോഴും ആ അതിജീവനങ്ങൾക്ക് പിന്നിൽ ഒരു ദൈവിക ഇടപെടലിൻ്റെ കഥ കൂടിയുണ്ടായിരുന്നു. ടിപ്പുവിൻ്റെ സൈന്യം ക്ഷേത്രത്തിന് തീയിട്ടപ്പോൾ എല്ലാം അവസാനിച്ചു എന്ന് കരുതിയ നിമിഷം എവിടെ നിന്നെന്നറിയാതെ ഒരു പെരുമഴ പെയ്തിറങ്ങി. ആ മഴയാണ് അന്ന് ക്ഷേത്രത്തെ പൂർണ്ണമായ നാശത്തിൽ നിന്ന് രക്ഷിച്ചത്. ഒരു വശത്ത് ക്ഷേത്രത്തിന്റെ കെട്ടിടങ്ങൾ ആക്രമിക്കപ്പെട്ടപ്പോൾ മറുവശത്ത് അതിന്റെ ആത്മീയ പ്രഭാവം കൂടുകയായിരുന്നു. അതെങ്ങനെയാണെന്നല്ലേ? മേൽപ്പത്തൂരിനെ പോലെ പൂന്താനത്തെ പോലെയുള്ള ഭക്തകവികളിലൂടെ, അവരുടെ വാക്കുകളിലൂടെ, പ്രത്യേകിച്ച് നാരായണീയം പോലെയുള്ള കൃതികളിലൂടെ ഗുരുവായൂരപ്പന്റെ മഹിമ നാട് മുഴുവൻ പരന്നു. ഭക്തരുടെ മനസ്സിൽ ക്ഷേത്രത്തിന് ഒരു ഉരുക്കുകോട്ട തന്നെ പണിതു. ഇനി നമ്മൾ കഥയുടെ ഹൃദയത്തിലേക്കാണ് കടക്കുന്നത്. ഗുരുവായൂരിനെ ഒരു ചെറിയ പ്രാദേശിക ക്ഷേത്രത്തിൽ നിന്ന് കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു മഹാക്ഷേത്രമാക്കി മാറ്റിയ ആ നിർണായകമായ കാലഘട്ടത്തിലേക്ക്. അപ്പോൾ ആരായിരുന്നു ഈ വലിയ മാറ്റത്തിന് പിന്നിൽ? ഏതെങ്കിലും രാജാക്കന്മാരായിരുന്നോ? പടയോട്ടങ്ങളായിരുന്നോ? അല്ല, അതിനു പിന്നിൽ വാളായിരുന്നില്ല, വാക്കുകളായിരുന്നു. സാധാരണക്കാരുടെ ഹൃദയത്തിൽ ഭക്തിയുടെ വിത്ത് പാകിയ കവികളും അന്ന് കത്തിപ്പടർന്ന ഭക്തിപ്രസ്ഥാനവുമായിരുന്നു ആ മഹാക്ഷേത്രത്തെ ഇന്നത്തെ പ്രശസ്തിയിലേക്ക് കൈപ്പിടിച്ചുയർത്തിയത്. അതെ, ആ സുവർണ കാലഘട്ടത്തിന് ചുക്കാൻ പിടിച്ചത് 3 ഇതിഹാസങ്ങളാണ്. ഭക്തിയുടെ 3 വ്യത്യസ്ത വഴികൾ നമുക്ക് കാണിച്ചു തന്ന ആ 3 മഹത് വ്യക്തികളെയാണ് നമ്മൾ അടുത്തതായി പരിചയപ്പെടാൻ പോകുന്നത്. ഇവിടെ നോക്കൂ, ഭക്തിയുടെ 2 ധാരകൾ നമുക്ക് കാണാം. ഒരു വശത്ത് പാണ്ഡിത്യത്തിൻ്റെ നിറകുടമായ മേൽപ്പത്തൂർ. അദ്ദേഹം പണ്ഡിതർക്ക് മാത്രം മനസ്സിലാവുന്ന സംസ്കൃതത്തിൽ നാരായണീയം എഴുതിയ ഗുരുവായൂരിൻ്റെ കീർത്തി ഭാരതം മുഴുവൻ എത്തിച്ചു. മറുവശത്തോ ലളിതമായ മലയാളത്തിൽ ജ്ഞാനപ്പാൻ എഴുതിയ നമ്മുടെ പൂന്താനം. അദ്ദേഹം ഭഗവാനെ ഓരോ സാധാരണക്കാരൻ്റെയും അടുക്കളപ്പുറത്ത് വരെ എത്തിച്ചു എന്ന് പറയാം. എന്നാൽ കഥ ഇവിടെ തീരുന്നില്ല. പാണ്ഡിത്യത്തിൻ്റെ വഴിയുണ്ട്, ലാളിത്യത്തിൻ്റെ വഴിയുണ്ട്. ഇതിനൊന്നും അപ്പുറം ഹൃദയത്തിൽ തൊടുന്ന 3ാമതൊരു ഭക്തിമാർഗം കൂടിയുണ്ടായിരുന്നു. അതാണ് വാത്സല്യഭക്തി. അതായത് ഈശ്വരനെ ഒരു രാജാവായിട്ടോ ഗുരുവായിട്ടോ അല്ല കാണുന്നത്, സ്വന്തം കുഞ്ഞിനെ പോലെ. ആ ഒരു സ്നേഹമാണ് വാത്സല്യം. ഈ വഴിയിലൂടെ സഞ്ചരിച്ച പുണ്യാത്മാവായിരുന്നു കുരൂരമ്മ. അവർക്ക് ഗുരുവായൂരപ്പൻ സ്വന്തം ഉണ്ണിക്കണ്ണനായിരുന്നു. ഈശ്വരനും ഭക്തനും തമ്മിലുള്ള ഈ അമ്മയും മകനും ബന്ധം, അത് ഗുരുവായൂരിലെ ഭക്തിസങ്കല്പത്തിന് പുതിയൊരു മാനം തന്നെ നൽകി. അപ്പോൾ മേൽപ്പത്തൂർ, പൂന്താനം, കുരൂരമ്മ, ഈ 3 മഹത് വ്യക്തികളും ചേർന്ന് ഗുരുവായൂരിൻ്റെ സ്വത്വത്തെ എങ്ങനെയാണ് എന്നേക്കുമായി രൂപപ്പെടുത്തിയതെന്ന് നമുക്ക് നോക്കാം. ഈയൊരു വാചകം ശ്രദ്ധിച്ചു കേൾക്കണം. ഇത് ശരിക്കും ഈ വിശകലനത്തിൻ്റെ കാതലാണ്. ഗുരുവായൂരിൻ്റെ യഥാർത്ഥ ശക്തി അതിൻ്റെ സ്വർണ്ണക്കുടിമരത്തിലോ
കരിങ്കൽ തൂണുകളിലോ ആയിരുന്നില്ല, മറിച്ച് ഈ ഭക്തർ നൽകിയ, ഇന്നും നമ്മുടെയെല്ലാം മനസ്സിൽ ജീവിക്കുന്ന ആ കീർത്തനങ്ങളിലായിരുന്നു. അപ്പൊ നോക്കൂ, മേൽപ്പത്തൂരിന്റെ പാണ്ഡിത്യം, പൂന്താനത്തിന്റെ ലാളിത്യം, കുരുരമ്മയുടെ വാത്സല്യം, ഈ മൂന്നും കൂടിച്ചേർന്നപ്പോൾ എന്താ സംഭവിച്ചത്? ഗുരുവായൂരിന് ഒരു കാലത്തും തകർക്കാൻ പറ്റാത്ത ഒരു ഉരുക്കുപോലുള്ള ആത്മീയ അടിത്തറ കെട്ടി. പിന്നീട് വന്ന കൊടുങ്കാറ്റുകളെയും പ്രതിസന്ധികളെയും അതിജീവിക്കാൻ ക്ഷേത്രത്തെ സഹായിച്ചത് ഈ ശക്തമായ അടിത്തറയായിരുന്നു. എന്നാൽ ഈ അടിത്തറയുടെ ബലം ശരിക്കും പരീക്ഷിക്കപ്പെടുന്ന ഒരു കാലം വരുന്നുണ്ടായിരുന്നു. ഇനി നമ്മൾ പോകുന്നത് ആ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട ഒരു മണിക്കൂറിലേക്കാണ്. പക്ഷേ ആ ഇരുട്ടിലാണ് ഏറ്റവും വലിയൊരു അത്ഭുതം സംഭവിച്ചത്. വർഷം 1970 നവംബർ 30 ഏകാദശി ഉത്സവത്തിന്റെ സമയം. ക്ഷേത്രത്തിലും പരിസരത്തുമായി ആയിരക്കണക്കിന് ഭക്തർ തിങ്ങി നിറഞ്ഞിരിക്കുന്നു. ആ രാത്രിയിലാണ് ആരും പ്രതീക്ഷിക്കാത്ത ആ ദുരന്തം സംഭവിച്ചത്. ക്ഷേത്രത്തിലൊരു വലിയ തീപിടുത്തം. ഏകദേശം 5 മണിക്കൂറിലധികം ആ തീ ആളിക്കത്തി. വിളക്കുമാടവും ചുറ്റമ്പലവുമെല്ലാം അഗ്നിക്കിരയായി. പക്ഷേ ആ തീഗോളങ്ങൾക്കിടയിൽ നമ്മൾ കണ്ടത് മനുഷ്യത്വത്തിന്റെ ഒരു വലിയ കാഴ്ചയായിരുന്നു. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും എന്നില്ല, എല്ലാവരും ഒരുമിച്ച് ഗുരുവായൂരപ്പന്റെ സങ്കേതം രക്ഷിക്കാൻ ഓടിയെത്തി. അത് ആ നാടിന്റെ തന്നെ ഐക്യമായിരുന്നു. ഒടുവിൽ തീ അണഞ്ഞപ്പോൾ എല്ലാവരും ആ അത്ഭുതം നേരിൽ കണ്ടു. ചുറ്റുമുള്ളതെല്ലാം കത്തിച്ചാമ്പലായിട്ടും ആ അഗ്നിജ്വാലകൾക്ക് നടുവിൽ കരിങ്കല്ലിൽ തീർത്ത ശ്രീകോവിലും അതിനുള്ളിലെ ഗുരുവായൂരപ്പന്റെ വിഗ്രഹവും ഒരു പോറൽ പോലും ഏൽക്കാതെ അതേപടി നിലകൊണ്ടു. അതെ, ആ ചാരത്തിൽ നിന്നായിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഒരു പുതിയ പുനർജന്മം. ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ മുമ്പത്തേക്കാളും ശക്തവും കൂടുതൽ ശോഭയുള്ളതുമായി അത് വീണ്ടും ഉയർത്തെഴുന്നേറ്റു. ആ പുനർനിർമ്മാണം വെറുമൊരു അറ്റകുറ്റപ്പണിയായിരുന്നില്ല, മറിച്ച് ഭാവിക്കു വേണ്ടിയുള്ള ഒരു കരുതലായിരുന്നു. തനതായ കേരളീയ വാസ്തുവിദ്യയുടെ ഭംഗി ഒട്ടും കുറയ്ക്കാതെ കരിങ്കല്ലും ചെമ്പുതകിടുകളും ഉപയോഗിച്ച് ക്ഷേത്രം കൂടുതൽ സുരക്ഷിതവും ശക്തവുമാക്കി. ഗുരുവായൂരിലെ ഓരോ നിമിഷവും ഭക്തന് ഒരു അനുഭവമാണ് അല്ലേ? ആ ചെണ്ടമേളം കേട്ട് ശിവേലി തൊഴുന്നത്, പുലർച്ചെയുള്ള നിർമാല്യം, സന്ധ്യയ്ക്ക് ആയിരക്കണക്കിന് ദീപങ്ങൾ കൺമുന്നിൽ തെളിയുമ്പോൾ കിട്ടുന്ന ആ ഒരു അനുഭൂതി, ഒരു കുഞ്ഞിന്റെ ആദ്യത്തെ ചോറൂണ് മുതൽ തുലാഭാരം വരെ. ഇതൊന്നും വെറും ചടങ്ങുകളല്ല, ഭഗവാനും ഭക്തനും ഒന്നാകുന്ന ആഴത്തിലുള്ള നിമിഷങ്ങളാണ്. ക്ഷേത്രത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഹൃദയമാണ് കൃഷ്ണനാട്ടം. ഭഗവാന്റെ കഥ നിറങ്ങളിലൂടെയും സംഗീതത്തിലൂടെയും നമ്മുടെ കൺമുന്നിൽ പുനർജനിക്കുകയാണ്. ഇന്നും ഒരു വഴിപാടായി ക്ഷേത്രത്തിൽ ഇത് സജീവമായി നിലനിൽക്കുന്നു എന്നത് തന്നെ വലിയ കാര്യമാണ്. അതുകൊണ്ടാണ് ഗുരുവായൂരിനെ വെറുമൊരു ആരാധനാലയമായിട്ടല്ല, മറിച്ച് കേരളത്തിന്റെ ആത്മാവ് എന്ന് തന്നെ വിശേഷിപ്പിക്കുന്നത്. അത് ശരിയല്ലേ? ഈ ആത്മാവിൻ്റെ ഒരു പ്രധാന ഭാഗം തന്നെയാണ് ഇവിടുത്തെ ആനകളും. ഗുരുവായൂർ കേശവനെപ്പോലുള്ള ഗജുവേരന്മാരുടെ ഓർമ്മകൾ ഈ ക്ഷേത്രത്തിൻ്റെ ഓരോ മണൽത്തരിയിലുമുണ്ട്. അവരില്ലാതെ ഇവിടുത്തെ ഉത്സവങ്ങൾക്ക് പൂർണ്ണതയില്ല, അല്ലേ? അപ്പോൾ എന്താണ് ഒരു പുണ്യസ്ഥലത്തെ അനശ്വരമാക്കുന്നത്? അതിൻ്റെ ഐതിഹ്യങ്ങളാണോ? അത് നേരിട്ട് പ്രതിസന്ധികളാണോ? അതോ അവിടെ എന്നും തുടരുന്ന ജീവിക്കുന്ന കോടിക്കണക്കിന് ഭക്തരുടെ വിശ്വാസമാണോ? ഒരുപക്ഷെ ഇതെല്ലാം ചേരുമ്പോഴാണ് ഗുരുവായൂരാകുന്നത്. ഐതിഹ്യത്തിൽ നിന്ന് തുടങ്ങി പ്രതിസന്ധികളെ അതിജീവിച്ച് ഇന്നും ലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന വിശ്വാസത്തിന്റെ പ്രതീകമായി അത് നിലകൊള്ളുന്നു. സംസ്കാരത്തെ അടയാളപ്പെടുത്താനും മറവിയിൽ കിടക്കുന്നതു സമാജത്തെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയുമുള്ള ഒരു യത്നമാണിത്. നിങ്ങളുടെ സഹകരണം അതുമാത്രമാണ് കൈമുതൽ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്കിട്ടും കമന്റിട്ടും ഒപ്പമുണ്ടാകുക, അഭിപ്രായങ്ങളും ആവശ്യങ്ങളും അറിയിച്ച് പ്രോത്സാഹിപ്പിക്കുക. ഒരു നല്ല കാലം നമുക്കുണ്ടായിരുന്നു. അഭിമാനത്തോടെ ഓർത്തെടുത്തു മുന്നേറാം. Please subscribe and share the channel in your groups. Om Namah Shivaya.